എല്ലാവർക്കും ജികെ വേൾഡ് ആൻഡ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന 10ാം ക്ലാസ് നിലവാരമുള്ള പ്രാഥമിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് ശേഷമുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണ് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അത്യാവശ്യം ആവർത്തന ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിരുന്നു. മുൻ വർഷ ചോദ്യങ്ങളൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂര്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടിഗൽ, കൊല്ലം. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് അക്കമ്മ ചെറിയാൻ. അടുത്ത ചോദ്യം, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂര്. അടുത്ത ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച് നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. അടുത്ത ചോദ്യം, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം, തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് 1797. കുരുമുളകിന്റെ വ്യാപാര തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അടുത്ത ചോദ്യം, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം, പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. മനുഷ്യനിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. അടുത്ത ചോദ്യം, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. പേശികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടമാകുന്ന വിറ്റമിനാണ് വിറ്റമിൻ C. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം, ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അടുത്ത ചോദ്യം, റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തില് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഏതാണ്? ഉത്തരം, DDT. അടുത്ത ചോദ്യം, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. കെലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം, സിങ്ക്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ചോദ്യം, ലെസ്റ്റൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നത് സാധ്യമാക്കാത്ത മൂലകം ഏതാണ്? ഉത്തരം, ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. അടുത്ത ചോദ്യം, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? ഉത്തരം, 7. ഒരു ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോ. അടുത്ത ചോദ്യം, മാത്സിന്റെ ആൻസേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം, 400-നും 1100-നും ഇടയ്ക്ക് 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട്? 117. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളില് 12ന്റെ ഗുണിതം ഏതാണ്? ഉത്തരം, 3816. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. ഉത്തരം വരുന്നത് 62.303. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20.009 എത്ര കൂട്ടിയാലാണ് 50 കിട്ടുന്നത്? ഉത്തരം, ഓപ്ഷൻ ബി, 29.9991. 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്ന സംഖ്യയാണ് 2/5. അടുത്ത ചോദ്യം, ഏറ്റവും വലുത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലുത് ഏതാണ്? ഇതിനകത്ത് ഉത്തരം വരുന്നത് 21/25 ആണ്.
4 കുട്ടികളുടെ ശരാശരി വയസ്സ് 7. അഞ്ചാമതൊരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. അഞ്ചാമന്റെ വയസ്സ് എത്രയാണ്? ഉത്തരം വരുന്നത് 2 വയസ്സാണ്. ഒരു വസ്തുവിന് തുടർച്ചയായിട്ട് 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉത്തരം വരുന്നത് 46%. ഇനി അടുത്ത ചോദ്യം, ഈ ചോദ്യം റോങ് ആണ്, റോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയാൽ ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയെന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 17.5 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് നോക്കുക, പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 പ്ലസ് 3 മൈനസ് 4 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 46 ആണ്. അടുത്ത ചോദ്യം നോക്കാം, ശരിയായിട്ടുള്ള ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കാനാണ് നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉത്തരം വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിഹ്നം തന്നിട്ടുണ്ട്. ഉത്തരം ഇൻറ്റു ആൻഡ് മൈനസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രേണിയിലെ അടുത്ത സംഖ്യ 96 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക? KYYKPL എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏതാണ്? ഉത്തരം ചെയിൻ ആണ്. ഈക്വലന്റ് ഡാഷുമായി ബന്ധമില്ല. ഇക്വിറ്റി ആണ് ഉത്തരം വരുന്നത്. ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം, നെഫ്രോളജി നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൃക്ക. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? അൽ നിക്കോ ആണ്. അൽ നിക്കോ ഒരു ലോഹസങ്കരമാണ്, ബാക്കിയെല്ലാം ലോഹമാണ്. 4 കൊല്ലം മുൻപ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. മകളുടെ ഇന്നത്തെ വയസ്സ് എത്രയാണ്? ഉത്തരം 14. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമതാണ്. അവസാനത്ത് നിന്ന് വിശ്വനാഥന്റെ റാങ്ക് എത്രയാണ്? 22. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഡോക്ടർ N സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് KR സച്ചിദാനന്ദൻ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തിയാണ്. ഉത്തരം വരുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? ഉത്തരം അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ, ഈ ക്വസ്റ്റ്യന്റെ ബാക്കി കിട്ടിയിട്ടില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിധിയിൽ നിന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എങ്കിലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് തെറ്റാണ്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2020 ന്യൂയോർക്കിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അചൽ മിശ്ര. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ അതായത് ജനുവരി 12 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം വരുന്നത് ലക്നൌവിലാണ്. അടുത്ത ചോദ്യം, 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം എവിടെയാണ്? ഉത്തരം ലേ ആണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? കൃതിക് പാണ്ഡെ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ബ്രസീലാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത് ആണ്, ഈസ്റ്റ് നോർത്ത് ആയിട്ട് വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. ഈ ചോദ്യം ഫസ്റ്റും സെഷൻ റിപ്പീറ്റഡ് ആണ്, ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആണ്. ഉത്തരം വരുന്നത് ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഉത്തരം ഡാർജിലിംഗ്. ബംഗാൾ ഉൾക്കടലിലെ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, നർമ്മദ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
ഉത്തരം വരുന്നത് സിന്ധു ആണ്. അടുത്ത ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് കടമെടുത്തതാണ് അല്ലെങ്കിൽ ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? അറബി. കാൽ ബൈശാഖി എന്നതൊരു കാറ്റാണ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാൽ പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ, കൊമ്പൻ, കാണ്ടാമൃഗം. റിപ്പീറ്റഡ് ആണ് PYQ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? റിപ്പീറ്റഡ് ആണ്, കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഉത്തരം വാസ്കോ ഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ച വർഷം 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? റിപ്പീറ്റഡ് ആണ്, ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം വരുന്നത് 44ാം ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസരം സമത്വം ഉറപ്പിക്കുന്ന നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം 359. ഇന്ത്യൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. കേരളത്തിലെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് കേരളം? റിപ്പീറ്റഡ് ആണ്, 1.18%. കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇൻ PSC പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നത്? ഉത്തരം കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകരയിലാണ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് വരുന്നത് എവിടെയാണ്? ഉത്തരം ബ്രഹ്മപുരമാണ്. എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ചോദ്യങ്ങളും ആവർത്തന ചോദ്യങ്ങളായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിർത്തണ്ട, കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊള്ളാം. അപ്പോൾ ഇത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള എക്സാം അനാലിസിസ് ആൻഡ് കട്ട് ഓഫ് കോഴ്സ് ഞാൻ അനാലിസിസ് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ട ആൻസർ കീ വെച്ചിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. ചിലതൻ ബൈ ആൻഡ് താങ്ക് യു.